മൂന്നാമത് കഥകളി മഹോത്സവം മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ സെപ്റ്റംബർ 13 മുതൽ 20-ാം തീയതി വരെ നടത്തപ്പെടുകയാണ്. സൗത്ത് സോൺ കൾച്ചർ സെൻറ്റർ തഞ്ചാവൂർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നിവരുടെ സഹായത്തോടുകൂടി പത്മശ്രീ സദനം ബാലകൃഷ്ണ ആശാൻ്റെ ശിക്ഷണത്തിൽ ഗോപാലകൃഷ്ണൻ എന്നവരുടെ സ്പോൺസർഷിപ്പിൽ മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് പരിപാടി നടക്കുന്നത്. കോട്ടയം രാജവംശത്തിൻ്റെ ആദ്യ കേന്ദ്രം മുഴക്കുന്നാണെന്ന് പറയപ്പെടുന്നു. അവിടെ നിന്നാണ് കൂത്തുപറമ്പിനടുത്ത് കോട്ടയത്തേക്കും പഴശ്ശിയിലേക്കും താമസം മാറ്റിയത്. അതിലെ പ്രബലരായ രാജാക്കന്മാർ ബ്രിട്ടീഷുകാരോട് പടവെട്ടി വീരവൃത്തി വരിച്ച കേരളവർമ്മ പഴശ്ശിരാജ, കേരളവർമ്മ വലിയ തമ്പുരാൻ, വിദ്വാൻ കേരളവർമ്മ തമ്പുരാൻ, ഇവരെല്ലാം അടങ്ങിയ ഈ രാജവംശത്തിൻ്റെ കേന്ദ്രം മുഴക്കുന്നിലാണെന്ന് പറയപ്പെടുന്നു. വിദ്വാൻ കേരളവർമ്മ രാജയാണ് ആട്ടക്കഥക്ക് രൂപം നൽകിയത്. കഥകളിക്ക് അദ്ദേഹം രചിച്ച 4 ആട്ടക്കഥകളിലൂടെ കഥകളിക്ക് നൃത്താവിഷ്കാരം നൽകി രംഗത്ത് അവതരിപ്പിച്ചത് കോട്ടയം തമ്പുരാൻ്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കീചകവധം, കീർമീരവധം, കാലികേയവധം, കല്യാണ സൗഗന്ധികം എന്നീ 4 ആട്ടക്കഥകളിലൂടെയാണ് നൃത്താവിഷ്കാരം ആദ്യമായി കഥകളിയിൽ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ കുലപരദേവതയായിരിക്കുന്ന ശ്രീ പോർക്കൊലി ഭഗവതിയെ വന്ദന ശ്ലോകത്തിലൂടെയാണ് ഈ കഥകളി അരങ്ങേറിയിട്ടുള്ളത്. അതിൽ കാണുന്നത് മൃദംഗശൈലനിലയാം ശ്രീ പോർക്കൊലി ഇഷ്ട എന്ന വന്ദന ശ്ലോകം ഈ കഥകളിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ടായത് എന്ന് ചരിത്രം തെളിയിക്കുന്നു. അതുപോലെ കഥകളിയുടെ ഈറ്റില്ലമാണ് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രവും ശ്രീ പോർക്കൊലി ദേവിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ഏറ്റവും കഥകളിക്ക് ആരുടെ സ്ഥാനം തന്നെ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലാണെന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലത്തിൽ 3ാമതും ഒരു കഥകളി മഹോത്സവം നടത്താൻ വേണ്ടി ക്ഷേത്രവും ഇന്ത്യ സെൻട്രൽ ഗവൺമെൻറ്റും എല്ലാം ആലോചിച്ചുകൊണ്ട് സദനം ബാലകൃഷ്ണൻ ആശാൻ്റെ കാർമ്മികത്തിൽ നടത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ 21-ാം തീയതി മുതൽ ഒക്ടോബർ 2 വരെ നവരാത്രി മഹോത്സവം ഭംഗിയായി നടത്താൻ ആലോചിച്ചിട്ടുണ്ട്. 21-ാം തീയതി സാംസ്കാരിക സമ്മേളനത്തോടുകൂടി ആ പരിപാടിയും ആരംഭിക്കുന്നതാണ്. കൂടാതെ മുഖ്യാതിഥികളായി ശ്രീമതി ടി ബിന്ദു, പ്രസിഡന്റ് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി പി ടി വിജയ്, ഡെപ്യൂട്ടി കമ്മീഷണർ മലബാർ ദേവസ്വം ബോർഡ്, ശ്രീ പി കെ മധുസൂദനൻ, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മലബാർ ദേവസ്വം, ശ്രീ കെ ജനാർദ്ദനൻ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മലബാർ ദേവസ്വം, വിശിഷ്ടാതിഥികളായി അഡ്വക്കേറ്റ് കെ സത്യൻ, ചെയർമാൻ തലശ്ശേരി ഡിവിഷൻ ഏരിയ കമ്മിറ്റി, ശ്രീ കെ ഉണ്ണികൃഷ്ണൻ, മെമ്പർ തലശ്ശേരി ഏരിയ കമ്മിറ്റി, ശ്രീ രാജേഷ് പടിഞ്ഞാറ്റിൽ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ ഈ മഹാക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
രാജ്യത്തിനപ്പുറത്തു നിന്നും മറ്റ് വിദേശികൾ പോലും കടന്നു വരുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ക്ഷേത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ കലണ്ടറിൽ ഗവൺമെൻറ് നമ്മളെ അമ്പലത്തിനെ ഉൾപ്പെടുത്താനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ സൗത്ത് സോൺ കൾച്ചറൽ സെൻറ്ററിൻ്റെ കഥകളി മഹോത്സവം ഞങ്ങളുടെ ക്ഷേത്രത്തിൽ അനുവദിച്ചു തന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ നവരാത്രി മഹോത്സവത്തിൽ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം വരെയും 2 ഷിഫ്റ്റായിട്ട് 4 പ്രോഗ്രാം വെച്ചിട്ട് എല്ലാ ദിവസവും പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അതെല്ലാം വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ് ക്ഷേത്രത്തിൽ അരങ്ങേറുന്നത്. ഒരു മിനി മൂകാംബികയായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ക്ഷേത്രത്തിന് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ നിസ്സീമമായ സഹകരണം പ്രചരണം ഞങ്ങൾക്കുണ്ടാവണമെന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ചരിത്രം കൊണ്ടും പൗരാണികത കൊണ്ടും ഏറെ പ്രസിദ്ധമാണ്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 17-ാം നൂറ്റാണ്ടിൽ ഉദയം ചെയ്ത രാമനാട്ടം എന്ന കലാരൂപത്തെ കഥകളി എന്ന രീതിയിലേക്ക് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കോട്ടയം രാജവംശത്തിൽ പിറന്ന വിദ്വാൻ തമ്പുരാൻ എന്നറിയപ്പെട്ട ഒരു കോട്ടയം തമ്പുരാനാണ്. അദ്ദേഹം മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി 4 ആട്ടക്കഥകൾ രചിക്കുകയും ഭഗവതം, കിർമീരവധം, കാലകേയവധം, കല്യാണ സൗഗന്ധികം എന്നിങ്ങനെ 4 കോട്ടം തീർന്ന കോട്ടയം കഥകൾ രചിക്കുകയും അത് കഥകളിയായി അവതരിക്കപ്പെടുകയും ചെയ്ത ഒരു ക്ഷേത്രമാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. ചരിത്ര പ്രസിദ്ധമായ ഈ 4 ആട്ടക്കഥകൾ 8 ദിവസങ്ങളിലായാണ് ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറുന്നത്. 4 ആട്ടക്കഥകളും സമ്പൂർണമായി ആടുകയാണ്. ഒരു കഥ 2 ദിവസങ്ങളിലായിട്ടാണ് അരങ്ങേറുന്നത്. കഥകളിയിൽ പത്മശ്രീ നേടിയിട്ടുള്ള സദനം ബാലകൃഷ്ണൻ ആശാന്റെ നേതൃത്വത്തിൽ യുവതലമുറയിൽപ്പെട്ട ഏറെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരാണ് ഈ കഥകളി അരങ്ങിൽ പങ്കുകൊള്ളുന്നത്. ഭാരതത്തിൻ്റെ തഞ്ചാവൂർ കൾച്ചർ സെൻറ്ററിൻ്റെ സഹകരണത്തോടെ ശ്രീ മൃദംഗ ശൈലേശ്വരി ദേവസ്വവും സംയുക്തമായാണ് ഈ ഒരു പരിപാടി ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുന്നത്.